ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ടാരോട് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ കറണ്ട് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടാരോ പ്ലീസ് ഗൈഡ് മീ. എന്താണ് ഇപ്പോൾ ഈ റീഡിംഗ് കാണുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം? വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് നൗ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 1, card number 2 and card number 3. Cards 5 of cups, Knight of wands, Queen of wands. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ജസ്റ്റിസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നീതി നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന നെക്സ്റ്റ് കാര്യം. നീതി നടപ്പാക്കപ്പെടും. ഈ ഒരു കാർഡ്സിൻ്റെ പാറ്റേൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളൊരു നിരാശയിൽ നിന്നും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മാറാൻ പോവാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലും നിരാശകളുണ്ടായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിലുള്ള റിഗ്രറ്റ്, പശ്ചാത്താപം, എന്തെങ്കിലും നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളെ ഇപ്പോൾ മെൻ്റലി അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി. നിങ്ങൾ വൈകാരികമായിട്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എനർജി. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് കാർഡായിരുന്നു. അത് പറയുന്നത് നിങ്ങളൊരു കാർമിക് ഫേസിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കാർമിക് ഫേസിലേക്ക്, അതായത് നിങ്ങളുടെ പല കാര്യങ്ങളും ബാലൻസ്ഡ് ആവാൻ പോകുന്ന ഒരു സമയത്തിലേക്ക്, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സത്യം എവിടെയാണ് അതിലേക്കൊക്കെയാണ് നിങ്ങളിനി പോകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ശരിയല്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ അൺഫെയർ ആണ്, നിങ്ങൾക്ക് ഇതല്ല, അതിലും നല്ലത് നിങ്ങൾ അർഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവാണ്. ഓക്കെ, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് അവിടെ വന്നെന്നിരിക്കാം. ആളുകളുടെ ശരിയായിട്ടുള്ള സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിയെന്നിരിക്കാം. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും കർമ്മമാണ് നിങ്ങളിവിടെ ഹീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫെയിൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ആളുകളുടെ ചതി നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇമോഷണലി നിങ്ങൾ ഒത്തിരി ലോൺലി ആയിരിക്കും, അതായത് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുമായിരിക്കും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ ഫേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഫേസിൽ നിന്നും രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മൂവ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് മാനസികമായിട്ട് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങും. അതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പുകളിലാണെങ്കിൽ റൊമാൻറ്റിക് എനർജിയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളെ ഇമോഷണലി സഹായിക്കാനായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ തേർഡ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളുടെ എനർജി വളരെയധികം ബ്യൂട്ടിഫുൾ ആകാൻ പോവാണ്. ആൻഡ് നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം നിങ്ങൾ റീബിൽഡ് ചെയ്യാൻ പോവാണ്. നിങ്ങളെ തന്നെ നിങ്ങൾ റീബിൽഡ് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി.